ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ എൻ്റെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളെ വാല്യുബിളായിട്ടുള്ള കമൻറ്റ്സ് എന്തായാലും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നീർദോശ ഉണ്ടല്ലോ, അതാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. പച്ചരി അരച്ചിട്ട് ഉണ്ടാക്കുന്ന ദോശ. ഇവിടെ ഞാൻ പച്ചരിപ്പൊടി കൊണ്ട് മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള കറിയും റെഡിയാക്കുകയാണ്. ഞാൻ ചട്നി കറിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്കുള്ള തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല സിമ്പിൾ കറിയാണ്. ഈ ദോശയ്ക്ക് നല്ല അടിപൊളി കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാം. ഇതിലേക്ക് ചേർത്തെടുത്തിട്ട് ഒന്ന് തള വരുമ്പോൾ ഇത് ഓഫാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ കറിയൊക്കെ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഞങ്ങളുടെ ഭാഗത്തൊക്കെ അധിക ദിവസവും ഈ ദോശയാണ് ഉണ്ടാക്കാറ്. പച്ചരി അരച്ചിട്ട് ഉണ്ടാക്കുന്ന ദോശയാണ്. സിമ്പിളാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഏത് കറിക്കൊപ്പം ഇത് പോകും കേട്ടോ. മീൻ കറിയാണെങ്കിലും ചിക്കൻ കറിയും ബീഫ് കറിയും ഇനി കടലക്കറിയും ഏത് കറിക്കൊപ്പം ഇത് പോകും. നല്ല അടിപൊളിയാണ്. ഇതുവരെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇത് ഞാൻ ദോശയ്ക്ക് ഓരോന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ. ഇത് പച്ചരി അരച്ചിട്ട് പച്ചരി കൊണ്ട് ചുടുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കേട്ടോ. പൊടി കലക്കുമ്പോഴേറെ ടേസ്റ്റ് ഉണ്ടാവും പച്ചരി അരച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ്. ഇത് ലൂസായിട്ടുള്ള പരുവാണ് കേട്ടോ മാവ് വേണ്ടത്. നല്ല ലൂസിൽ തന്നെ വേണം. എന്നിട്ട് ഇത് കട്ടിയില്ലാതെ ഒഴിച്ചു കൊടുക്കുക. അത് ഇരുമ്പിൻ്റെ കല്ലാണ്. അതിലേക്ക് ഓരോ തവി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ദോശയൊക്കെ ഞാൻ ഫുള്ള് ഇങ്ങനെ ചുട്ടെടുക്കട്ടെ കേട്ടോ. അങ്ങനെ ദോശയൊക്കെ ഞാൻ ഫുള്ളായിട്ട് തന്നെ ചുട്ടെടുത്തു. അപ്പത്തെ പാത്രം അപ്പം തന്നെ മൂറി വെച്ചാൽ പിന്നെ അതിന് നിൽക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ്റെ പാർട്സ് ഉണ്ടായിരുന്നു. അത് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അവിടെ മാറ്റി വെക്കട്ടെ. അത് ഐസിന്ന് പോട്ടെ. ഞങ്ങൾ ബാക്കി പണികളൊക്കെ തീരുമ്പോഴേക്കും ലഞ്ചിനില്ല എന്താണ് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്നു കേട്ടോ. അപ്പം നല്ല അടിപൊളി ദോശയും അതിലേക്ക് നല്ല ചട്നി കറിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിക്കട്ടെ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഞാൻ അകന്ന് അടക്കി പൊക്കി വെക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വൃത്തിയാക്കിയിട്ടാൽ പിന്നെ ആ പണിക്ക് നിൽക്കണ്ടല്ലോ. നമ്മൾ ലഞ്ച് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് വന്നാൽ പിന്നെ വേഗം ക്ലീനിങ് നിന്നാൽ മതിയല്ലോ. അപ്പോൾ നിലത്ത് നല്ല ചപ്പും ചവറൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ വേഗം അടിച്ചു വാരിയിട്ടാൽ പിന്നെ വന്നാൽ തുടക്കാനുള്ള ഉണ്ടാവുക. അങ്ങനെ ബെഡൊക്കെ വിരിച്ചിട്ട് ഉണ്ടാണ് കേട്ടോ. അങ്ങനെ ബെഡൊക്കെ വിരിച്ചിട്ട് ഹാളിൽ ടേബിളിൽ കുറച്ച് കുട്ടികളെ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ നിന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ബെഡ് അങ്ങനെ എല്ലാതും റെഡിയാക്കി വെച്ചാൽ നല്ല വൃത്തിയാകും. എന്നാൽ പിന്നെ നമുക്ക് ആരെങ്കിലും വന്നാലും അത്ര വൃത്തികേടുണ്ടാവില്ല അകം കാണാനൊന്നും. അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ നേരത്തെ തന്നെ കിച്ചണിൽ പോകുന്നതിൻ്റെ മുന്നേ തന്നെ രാവിലെ തന്നെ അത് ചെയ്ത് വെച്ചാൽ ക്ലീനായി കിടന്നോളും. ആക്കും ഒന്ന് അടിച്ചു വാരി കൂടി ഇട്ടാൽ നല്ല അപ്പോൾ ക്ലീനായി കിടന്നോളും. അപ്പോൾ രാവിലെ തന്നെ ഈ പണികളൊക്കെ തീർക്കാൻ ശ്രദ്ധിക്കുക.
അത് ഒക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ ലഞ്ചിനുള്ള കാര്യങ്ങൾ റെഡിയാക്കിയാണ് കേട്ടോ. പാർട്സ് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അതുകൂടി ചേർത്തിട്ട് ഒക്കെ ടീസ്പൂണാണ് കേട്ടോ. എല്ലാം ചേർത്തിട്ടാണ് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിലോളം 2-3 വിസിൽ അടിച്ചെടുത്താൽ മതി. അതിവിടെ റെഡിയാവും. കുറച്ച് ജീരകപ്പൊടി ഉണ്ടല്ലോ, വലിയ ജീരകത്തിൻ്റെ പൊടി, അതും ആവശ്യത്തിന് ഉപ്പുകൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അത് അടുപ്പിൽ വെച്ചിരിക്കണം കേട്ടോ. ചോറ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഇടയിൽ തന്നെ ചോറ് തീമട്ടിയിരുന്നു. അതോടെ അത് റെഡി ആയിക്കണം കേട്ടോ. ഇനി ഈ പണികൾ തന്നെ ഉള്ളൂ, കറിയും ഒക്കെ ഉണ്ടാക്കാൻ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ കറി ഞാൻ മോര് കാച്ചാന്നാണ് കരുതിയത്. മലപ്പുറം ഭാഗത്തൊക്കെ മോര് കാച്ചുന്ന രീതിയിൽ കേട്ടോ. കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പുണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് കുറച്ച് തേങ്ങയും അതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളി ഉണ്ടല്ലോ അതും കുറച്ചെടുക്കുക. അതിലേക്ക് ചെറിയ ജീരകം ഉണ്ടല്ലോ അതും ചേർത്തിട്ട് അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് അരിപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്ത് അവിടെ റെഡിയാക്കി വെക്കുക. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നല്ല അടിപൊളിയാണ് കേട്ടോ. അതിലേക്ക് ബീഫ് വരട്ട് കൂടി ഉണ്ടെങ്കിൽ നല്ല പൊളിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് ഇതാണ് ഉണ്ടാക്കുക. ബീഫ് വരട്ടും മോര് കാച്ചിയതും നല്ല അടിപൊളി കോംബോ ആണ്. അപ്പോൾ ഇത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അരിപ്പൊടി കലക്കി വെച്ചിട്ടില്ലേ, ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ പൊടി ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങേൻ്റെ അരിപ്പുണ്ടല്ലോ അതുകൂടി ചേർത്താൽ കറി റെഡിയായി. ഇതൊന്ന് വെന്ത് വരട്ടെ പൊടിയൊന്ന്. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. പൊടിയാണല്ലോ, അരിപ്പൊടിയല്ലേ. അങ്ങനെ അരിപ്പൊടിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള എത്രയാണോ ലൂസ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് തിളച്ചാൽ കറി റെഡി ആയിട്ടോ. ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കുക. ഇനി ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയോടെ ഇട്ടിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കുക. എല്ലാവരും ഇങ്ങനെ ഒന്ന് മോര് കാച്ചി നോക്കി, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇതിലേക്ക് ബീഫ് വരട്ട് കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അങ്ങനെ അതൊക്കെ റെഡിയായി. ഇനി നമുക്ക് പാർട്സ് ഒന്ന് വായിക്കുള്ള ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടി ഞാനൊരു സവാളയാണ്, വലിയൊരു സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ അത് തോലേക്ക് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. പിന്നെ ഒരു തക്കാളിയും ഒരു പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതുകൂടിയാണ് എടുത്തിട്ടുള്ളത്. ഒക്കെ ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. അങ്ങനെ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി കഴുകിയിട്ട് ഇത് ഞാൻ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ആ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ആയിക്കാരം. അങ്ങനെ ഉള്ളിയും കിഴങ്ങും ഈ തക്കാളിയൊക്കെ ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ അതൊക്കെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടാറ്റോ ഇതേപോലെ തന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുക.
ഇനി തക്കാളി കൂടി ഇതിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി അടച്ച് വെച്ചിട്ട് ഇത് നന്നായി വഴണ്ട് വരട്ടെ. അപ്പോഴേക്കും നമ്മളെ പാർട്സൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അത് ഞാൻ 3 വിസിലടിച്ചപ്പോൾ അത് ഓഫാക്കി വെച്ചിരുന്നു കേട്ടോ. ഞാൻ അതൊക്കെ വാടി വന്നതിന് ശേഷം ഇതിലേക്ക് കിഴങ്ങ് ഉണ്ടല്ലോ ചോപ്പ് ചെയ്ത് വെച്ചാൽ അതുകൂടി ചേർത്ത് കൊടുക്കുക. അത് നന്നായി വാട്ടിയെടുക്കുക. ഞാൻ അത് വഴണ്ട് വന്നിട്ട് ഇതിലേക്ക് തക്കാളി കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ച് കണ്ട് വഴറ്റിയെടുത്താൽ മതി. അതിനൊക്കെ അതൊക്കെ വഴണ്ടി വന്ന് ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. തക്കാളി വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കട്ടോ. എന്നിട്ട് നന്നായി വാട്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ചരച്ച ചിക്കൻ്റെ പാർട്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ കിടന്നിട്ട് ഇതൊന്ന് വെള്ളം വറ്റി വരട്ടെ കേട്ടോ. അടച്ച് വെച്ചിട്ട് വാട്ടിയെടുക്കാം. ഇതിൻ്റെ ഇടയിൽ കൂടെ ആവുന്ന പാത്രം അപ്പം മൂറി വെക്കലുണ്ട് കേട്ടോ. അതുകൊണ്ട് തോനെ ക്ലീൻ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ എല്ലാ പാത്രങ്ങളും കൂടി കേക്ക് വെക്കട്ടെ കേട്ടോ. ഇനി ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കിച്ചണൊക്കെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അകം അടിച്ചു വാരി തുടക്കാൻ തന്നെ ഉള്ളൂ കേട്ടോ. രാവിലെ തന്നെ പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർത്താൽ നമുക്ക് കുറേ ഫ്രീ ടൈം കിട്ടും. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിന് എന്താണോ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ടൈമൊക്കെ കിട്ടും കേട്ടോ. രാവിലെ നമുക്ക് നല്ല ഉന്മേഷമാണല്ലോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പെട്ടെന്ന് പണികൾ തീർക്കാൻ. അപ്പോൾ അത് അപ്പം തന്നെ വേഗം ചെയ്ത് തീർക്കാമെന്ന് നമുക്ക് നമ്മളിഷ്ടം കാര്യങ്ങൾ ചെയ്യാനുള്ള ടൈമൊക്കെ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന ഇടയിൽ പാത്രങ്ങൾ ആവുന്നത് അപ്പം മോറാൻ ശ്രദ്ധിക്കുന്ന. പിന്നെ തോനെ പാത്രങ്ങളൊന്നും കഴിഞ്ഞാൽ മോറുണ്ടാവില്ല. ആകെ പരന്ന് കിടക്കുമ്പോൾ നമുക്കൊരു മടുപ്പേക്കാരം ഇതൊക്കെ മോറിയെടുക്കാൻ. അപ്പോൾ അപ്പം തന്നെ പാത്രങ്ങൾ മോറിയെടുക്കാനും ശ്രദ്ധിക്കുക. എന്നിട്ട് തുടച്ച് കൗണ്ടർ ടോപ്പൊക്കെ നല്ലവണ്ണം ഉണക്കി വെക്കുന്ന. പിന്നെ പ്രാണികളെ ഒന്നും ഉണ്ടാവില്ല. നല്ല ക്ലീനായിട്ട് തന്നെ കിച്ചൺ കിടന്നോളും. ഞാൻ ഈ കിച്ചൺ കൂടി അതിൻ്റെ കൗണ്ടർ ടോപ്പ് കൂടി ക്ലീൻ ചെയ്തിടട്ടെ. ആ കൗണ്ടർ ടോപ്പ് ആദ്യം ഒന്ന് നനഞ്ഞ കഷ്ണം കൊണ്ട് ഒന്ന് വെള്ളം കൂട്ടിക്കൊണ്ട് ഒന്ന് തുടച്ചതിന് ശേഷം പിഴിഞ്ഞിട്ട് ഒന്നുകൂടി തുടക്കുക. അതിന് ശേഷം സ്മെല്ലിന് എന്തെങ്കിലും ഒരു ലിക്വിഡ് എന്തെങ്കിലും ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒഴിച്ച് തോത്തുകയാണെങ്കിൽ കിച്ചൺ നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ. ഈ വൃത്തികെട്ട സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കിച്ചൺ മൊത്തത്തിൽ ഞാൻ ഈ ലിക്വിഡ് ഒഴിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. അങ്ങനെ കിച്ചൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായും ചെയ്തു. ഇനി ഞാൻ അകൊന്ന് അടിച്ചു വാരി തുടക്കുകയും ചെയ്താൽ ഞങ്ങൾ പണികളൊക്കെ തീർന്നു കേട്ടോ.
അങ്ങനെ തുടക്കുകയും ചെയ്താൽ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി കുളിക്കാനുള്ളൂ. അങ്ങനെ തുടക്കലും കഴിഞ്ഞ് ഇനി കുളിക്കാൻ നിൽക്കണേ. കുളിയും കഴിഞ്ഞാൽ പോകുന്നു. ഇനി മോളെ കുളിപ്പിക്കാനുണ്ട്. ഓൾക്ക് ഭക്ഷണം കൊടുത്ത് ഉറക്കണം. പിന്നെ കുളിക്കാനുള്ളൂ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇക്ക വരുമ്പോഴേക്കും എന്തെങ്കിലും ചൂടല്ലേ, പണി കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും വെള്ളം ഉണ്ടാക്കാൻ എഴുതിയിട്ട് ഞാൻ മോര് വെള്ളം ഉണ്ടല്ലോ അതാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ചെറിയ പീസ് ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും എന്നിട്ട് മോരും ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യിക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ മോര് വെള്ളം റെഡിയാക്കിയെങ്കിൽ ഇതൊന്ന് അരിച്ചെടുക്കണ്ട കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ ഞങ്ങൾ ഉച്ചയായപ്പോൾ ലഞ്ച് കഴിക്കണം കേട്ടോ. നല്ല അടിപൊളി ചോറും ഇതിലേക്ക് നല്ല മോര് കറി, ചിക്കൻ പാർട്സ് വരട്ടിയതും. ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.